അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിലെ ചരക്കുകളിൽ ഉള്ളത് 4 തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ, ഖരവസ്തുക്കൾ, തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ എന്നിവയാണ് കപ്പലിൽ. വിവിധ തരം ആസിഡുകൾ, ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡർ ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കാൻ കപ്പലിന്റെ നടത്തിപ്പ് കമ്പനിയായ BSM തയ്യാറായിട്ടില്ല. ചരക്കുകപ്പലിൽ നിന്നും 20ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നതും ആശങ്കയേറ്റുന്നു. കൊളംബോയിൽ നിന്നും മഹാരാഷ്ട്രയിലെ നവശേവ തുറമുഖത്തേക്ക് പോകുകയായിരുന്നു കപ്പൽ. ബേപ്പൂർ തീരത്തിന് സമീപത്ത് വെച്ചായിരുന്നു കപ്പലിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായത്. അപകട സമയത്ത് 14 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിച്ച കപ്പലിനുള്ളിൽ 22 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇവരിൽ പലരെയും നാവികസേന രക്ഷിച്ചു. 20 വർഷം പഴക്കമുള്ള ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ട വാൻഹായ് 503. സിംഗപ്പൂർ പതാക വഹിക്കുന്ന കപ്പലിന്റെ നീളം 268.8 മീറ്ററും വീതി 32.3 മീറ്ററുമാണ്.